എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അധ്യാപകരെല്ലാം തന്നെയാണ്. ദേശമംഗലം രാമകൃഷ്ണൻ സാറ്, ഡി വിനേന്ദ്ര സാറ്, നരേന്ദ്രപ്രസാദ് സാറ്, വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്, പിന്നെ രാജശേഖര സാറ്, ഒരുപാട് പേരുടെ പേര് പറയാൻ പറ്റും. ഞാൻ ഏതെങ്കിലും പേര് പറയാൻ വിട്ടുപോകുന്നത് എന്നിൽ വല്ലാതെ ഒരു വ്യഥയുണ്ടാക്കുന്നു. മലയാളവും ഇംഗ്ലീഷും പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ളതായതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരുകൾ പറയുന്നത്. നബീസ ഉമ്മാൾ ടീച്ചർ, നബീസ ഉമ്മാൾ ടീച്ചറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒറേറ്ററി ആയിരുന്നു. ഒരു പുരുഷ ശബ്ദമുള്ള അമ്മയായിരുന്നു. എല്ലാവരും ഒരമ്മ മക്കളാണ്, ഒരു ഉമ്മ മക്കളാണ്, ഒരു മമ്മി മക്കളാണെന്ന് പഠിപ്പിച്ച ഒരമ്മയായിരുന്നു നബീസ ഉമ്മാൾ ടീച്ചർ. 1986 ഞാൻ കുട്ടിച്ചാത്തൻ എന്നൊരു കവിത എഴുതി. ഓം ഹ്രീമായ കുരള കുട്ടിച്ചാത്ത വീരഗണ്ടാതു വിഷ്ണു വിഷ്ണു മന്ദ മന്ദ മത കാളി കാളിയമ്മേ മാത്രക്കോലുടയാട എന്തും കൊടുക്കയും എടുപിടി ചൂരക്കോൾമണിയും മന്ത്രക്കോലും അന്തമറിയാതിന്നെന്റെ മുമ്പിൽ വന്ന് തോന്നായോ കുറും കുട്ടിച്ചാത്ത ഭോം 30 ദേവഗണത്തിന് 3 വട്ടം കൊടുതിയാടി കണ്ണു നിറഞ്ഞ് കരള് നിറഞ്ഞെന്ന് മുന്നാഴി വിത്ത് കുഴിച്ചു മൂടിത്തളിരിട്ടില പൊട്ടിത്തഴച്ചതിലങ്ങനെ കായും കനിയും കൊതിച്ചു ഞങ്ങൾ അടിമുടി വാടിക്കരിഞ്ഞൊരവല്ലിയിൽ 1000 താരണിച്ചില്ലതായോ കായും കനിയും ചൊരിഞ്ഞുതായോ അടിമുടി വാടിക്കരിഞ്ഞൊരവല്ലിയിൽ 1000 താരണിച്ചില്ലതായോ കായും കനിയും ചൊരിഞ്ഞുതായോ തന്നായോ കുറും കുട്ടിച്ചാത്ത. ഇങ്ങനെ പോകുന്ന 7-8 ഖണ്ഡങ്ങളുള്ള ഒരു കവിത ഞാൻ എഴുതിയിട്ട് ഇപ്പോൾ 40 വർഷമാകുന്നു. കുട്ടിച്ചാത്തൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വീണ്ടും ഞാൻ 3 വർഷം കൂടെ കഴിഞ്ഞ് MA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇറങ്ങുന്നത്. ഇത് 86 എഴുതുന്നതാണ്. ഇത് അച്ഛൻ്റെ ഒരു താളിയോലയിൽ നിന്ന് കിട്ടിയ ശരിക്കും കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്താനുള്ള മന്ത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ കുടുംബത്തിൽ മല്ലൻ കുഞ്ഞ് എന്ന് പറയുന്ന കുട്ടിച്ചാത്ത സേവയുള്ള ഒരു അപ്പൂപ്പനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാരിദ്ര്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കായംകുളം കൊച്ചുണ്ണിയെപ്പോലെ എവിടെയെങ്കിലും ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇത്തിരി ധനശേഷിയുള്ളവരുടെ വീട്ടിൽ നെയ്യപ്പം ചുടുന്നതിൻ്റെ മണം കിട്ടുമ്പോൾ കുട്ടിച്ചാത്തനോട് പറയും, ഈ അപ്പൂപ്പനോട് പറയുമെന്നും അപ്പൂപ്പൻ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ആ നെയ്യപ്പത്തെ വരുത്തി ഈ വീട്ടിൽ കൊടുക്കുമെന്നൊക്കെയാണ് കഥകൾ. അതിൻ്റെ ശാസ്ത്രയുക്തിയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ കുട്ടിച്ചാത്തൻ വിചാരിച്ചാൽ തൊഴിലില്ലായ്മ ഇല്ലാതെ ആവുമല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം 142 കോടിയിൽ ഒരു 80 കോടിയും കിടന്ന് കഷ്ടപ്പെടുന്നത് ഇന്ത്യയിൽ? ലോകത്തെന്തുകൊണ്ടാണ് 400ഓളം കോടി ആളുകൾക്കൊന്നും കുടിക്കാനും ഉടുക്കാനും പഠിക്കാനും ഇല്ലാത്തത്? ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്തി. അവിടെ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനല്ല, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരു നേതൃശേഷിയാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടം, ഒരു ലോക ഭരണകൂടം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നമാണ് ഈ കുട്ടിച്ചാത്തൻ എന്നുള്ള ഒരു മിത്തിലൂടെ ഞാൻ കൊണ്ടുവന്നത്.